ശ്രാവൺ ബീര JVBയുടെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്രാവൺ, ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അറിയാം, പോലീസ് മേധാവികൾക്ക് വരെ അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ഗോപി അവിടെ അദ്ദേഹം മലയാളി മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം പ്രതികരിച്ചത്. അങ്ങനെ രാഷ്ട്രീയ സംരക്ഷണം പ്രതിക്ക് കിട്ടാൻ മാത്രം പോന്ന, അതും ഇത്രയും വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിൽ തൃണമൂൽ നിൽക്കുമ്പോൾ അത്രയും വലിയ സംരക്ഷണവും അതിന്റെ പേരിലുള്ള അക്രമവും അഴിച്ചുവിടാൻ കഴിയുമോ അവർക്ക്? തീർച്ചയായും നമ്മൾ കുറെ കാലങ്ങളായിട്ട് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ, ഫോർ എക്സാമ്പിൾ കുറച്ചു കാലങ്ങളായിട്ട് കുറച്ചു നാൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നടന്ന ഈ പോസ്റ്റ് ഇലക്ഷൻ വയലൻസ് ആയിക്കോട്ടെ, ഇപ്പൊ റീസെന്റ് ഉണ്ടായ സന്ദേശ് കാലി ഇൻസിഡന്റിനെ കുറിച്ച് നാം എല്ലാവരും ചർച്ച ചെയ്തതാണ്. ഈ ഇഷ്യൂ സന്ദേശ് കാലിയും ഒരു വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അവിടുത്തെ മഹിളകളെ TMCയുടെ പ്രവർത്തകർ പീഡിപ്പിക്കുകയുണ്ടായി. അങ്ങനത്തെ റിപ്പോർട്ട് വന്ന് വളരെ പ്രക്ഷോഭങ്ങൾ നടന്നു. ഒഫീഷ്യൽസ് ഈവൻ CBI പോകുന്നു, എൻക്വയറി കമ്മിറ്റി പോകുന്നു, അവരെ തല്ലി ഓടിക്കുന്ന ഒരു സാഹചര്യം സന്ദേശ് കാലിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനോടുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂവില്, ഈ ഒരു മെഡിക്കൽ കോളേജിൽ നടന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു ഇഷ്യൂ, ഇതൊരു പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. കാരണം ഞാൻ അവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികളായിട്ടും കുറച്ച് ഡോക്ടേഴ്സായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടുത്തെ എല്ലാ കോളേജുകളിലും, എസ്പെഷ്യലി അവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും TMCയുടെ സ്റ്റുഡൻസ് യൂണിയന് വളരെയധികം സ്വാധീനമുണ്ട്. അതായത് ഇപ്പോ സമരം നടക്കുമ്പോൾ തന്നെ എല്ലാ കോളേജുകളുടെ പുറത്തും സമരപ്പന്തലുകളുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ അവിടുത്തെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഇന്നലെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ അഫിലിറ്റിയൊക്കെ മാറ്റി നിർത്തിയാൽ ബംഗാളിലെ ജനത, എസ്പെഷ്യലി അവിടുത്തെ ഒരു മഹിളകളെ എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ട്, ഞാൻ അറിഞ്ഞത് മുഴുവൻ ബംഗാളിലായിട്ട് അറൌണ്ട് 10 ലക്ഷത്തിലോളം വരുന്ന റാലികളാണ് അവിടെ മൊത്തം നടന്നത്. ഓക്കെ, അപ്പോൾ ഈ റാലികൾ നടക്കുന്നു. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് എന്താ ഉണ്ടാവുന്ന, ഈ ആർജിക്കർ കോളേജിന്റെ പുറത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഒരു ഗുണ്ടാ സംഘം കയറി വരികയാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു സമരത്തെ തകർക്കുക. അവര് സമരത്തെ തകർക്കുക മാത്രമല്ല ചെയ്ത് അതിനോടൊപ്പം തന്നെ കോളേജിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ നേരത്തെ അവിടുത്തെ ഈ സെമിനാർ ഹാളും അവിടുത്തെ റിനോവേഷനും അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്തു വരികയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പൊ അതിനോടുകൂടി എനിക്ക് ചേർക്കാനുള്ളത്, അതായത് അവിടെ സെമിനാർ ഹാളിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് 36-40 മണിക്കൂറാണ് ഒരു ജൂനിയർ ഡോക്ടർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു പാപമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിനെതിരെയാണ് ശ്രാവൺ ബി രാജ, വലിയ തോതിലുള്ള രാഷ്ട്രീയ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് ഇന്നലെ ഉണ്ടായ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതും പ്രതിക്ക് വേണ്ടി സകല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുകയാണ് തൃണമൂൽ എന്നുള്ള ആരോപണമാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും മമതാ ബാനർജി സർക്കാരിന് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന, വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സംഭവ വികാസമായത് വികസിക്കും.